മുതിർന്ന കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ചവാൻ പാർട്ടി വിട്ടു. ബി.ജെ.പിയിൽ ചേരുമെന്നാണ് സൂചന. സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളയ്ക്ക് ചവാൻ ഒറ്റവരി രാജിക്കത്ത് കൈമാറി. ചവാൻ എം.എൽ.എ സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട്. വർഷങ്ങളോളം കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് അശോക് ചവാൻ വ്യക്തമാക്കി. മിലിന്ദ് ദിയോറ, ബാബ സിദ്ദിഖി, ഇപ്പോൾ അശോക് ചവാൻ. മഹാരാഷ്ട്രയിൽ നിന്ന് അടുത്തിടെ കോൺഗ്രസ് വിടുന്ന മുതിർന്ന മൂന്നാമത്തെ നേതാവാണ് അശോക് ചവാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. മുതിർന്ന നേതാക്കളാണ് പാർട്ടി വിട്ട് ബി.ജെ.പിയിലേക്ക് ചൂടുമാറുന്നതിൽ ഭൂരിഭാഗവും. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കമാണ് അശോക് ചവാൻ രാജിയിൽ കലാശിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളയ്ക്ക് ചവാൻ ഒറ്റവരി രാജിക്കത്ത് കൈമാറി. വർഷങ്ങളോളം കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് അശോക് ചവാൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പദത്തിന് പുറമെ മഹാരാഷ്ട്ര മുൻ PCC അധ്യക്ഷൻ, പാർലമെന്റ് അംഗം തുടങ്ങിയ നിലകളിലും അശോക് ചവാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി അർഹിക്കുന്നതിൽ കൂടുതൽ നൽകിയിട്ടുള്ളവർ വിട്ടുപോകുന്നത് വേദനാജനകം എന്ന് ജയറാം രമേശ് പ്രതികരിച്ചു. കോൺഗ്രസ് അസംതൃപ്തരുടെ ഒരു കൂട്ടമാണ്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയുമായി ചർച്ചയിലാണ് എന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. അശോക് ചവാൻ ബി.ജെ.പിയിലേക്ക് മാറുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യസഭാ സീറ്റ് ചവാന് നൽകും എന്നാണ് വിവരം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര മാർച്ച് അവസാനം മുംബൈയിൽ സമാപിക്കാൻ ഇരിക്കെയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി തന്നെ ബി.ജെ.പി അടർത്തിയെടുത്തത്. റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് എന്താണ് സംഭവിക്കുന്നത് സർ? മഹാരാഷ്ട്രയിൽ തുടർച്ചയായിട്ടുള്ള രാജിയുണ്ട്. നോക്കൂ, മഹാരാഷ്ട്രയാണ് പുതിയ സാഹചര്യത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇനി അഥവാ ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം ഉണ്ടാവുകയാണ് എങ്കിൽ ഇപ്പോഴും മത്സരമില്ലാതായ സ്ഥിതി ഇന്ന് രാജ്യത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശക്തമായ പോരാട്ടം ഉണ്ടാവും. അവിടെ മഹാരാഷ്ട്ര വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ മഹാഗഡ്ബന്ധൻ, ഇപ്പോൾ ഉദ്ധവ് ഠാക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന, കോൺഗ്രസ്, NCP ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള ഇവർക്ക് ഇപ്പോഴും ഒരു മത്സരം നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് സി വോട്ടറൊക്കെ നൽകുന്നത്. അപ്പോൾ ആ നിലയിൽ മഹാരാഷ്ട്ര ഒരു വളരെ പ്രധാനപ്പെട്ട, അതുകൊണ്ട് ബി.ജെ.പി കൂടുതൽ മഹാരാഷ്ട്രയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ അശോക് ചവാൻ അടക്കം 3 പ്രധാന നേതാക്കളെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന് നഷ്ടമായിരിക്കുകയാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ടിൽ കണ്ടതുപോലെ തന്നെ ഭാരത് ജോഡോ ന്യായയാത്ര, രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര സമാപിക്കുമ്പോഴേക്കും അശോക് ചവാൻ മുൻ മുഖ്യമന്ത്രി പാർട്ടി വിടുകയാണ്. പാർട്ടി വിട്ടുകൊണ്ട് കോൺഗ്രസിനൊപ്പം ഞാൻ നന്നായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് ബി.ജെ.പി പാളയത്തിലേക്കാണ്. ഒരുപക്ഷെ രാജ്യസഭാ സീറ്റായിരിക്കും ലക്ഷ്യം. മറാഠവാഡ മേഖലയിലെ പ്രബലനായ വ്യക്തിയെയാണ് കോൺഗ്രസിന് നഷ്ടമാകുന്നത്. ഭോക്കാർ നിയോജക മണ്ഡലത്തിൽ MLA ആയിരുന്നു അശോക് ചവാൻ. ആ MLA സ്ഥാനവും ഇന്ന് രാജിവെച്ചിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റാണ് അടുത്ത ലക്ഷ്യമെന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. 2008 ഡിസംബർ 8 മുതൽ 2010 നവംബർ 9 വരെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. മുൻ മന്ത്രി, പൊതുമരാമത്ത് വകുപ്പാണെന്ന് കൈകാര്യം ചെയ്തിരുന്നത്. ഒപ്പം വ്യവസായം, ഖനി, സാംസ്കാരികം, ഗതാഗതം തുടങ്ങിയ വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. അതിന് തൊട്ടു മുൻപുള്ള അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്രൊഫൈൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1995 മുതൽ 1999 വരെ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു അശോക് ചവാൻ. 2014 അതിനുശേഷം ഈ അടുത്ത കാലഘട്ടം നോക്കുകയാണെങ്കിൽ 2014 മുതൽ 19 വരെ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ചു അശോക് ചവാൻ. അതായത് സംഘടനാ തലത്തിലും അതുപോലെ തന്നെ സർക്കാർ രൂപീകരണ വേളയിലുമൊക്കെ കൃത്യമായി പദവികൾ കോൺഗ്രസ് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ പാർട്ടി വിടുന്നത്. 2023 ഓഗസ്റ്റിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതാണ്. അദ്ദേഹം ലോക്സഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കന്നി അംഗം അതെന്നാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1987 നാന്ദഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പിതാവ് ശങ്കർ റാവുവിന്റെ മകനാണ്, മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശങ്കർ റാവു ചവാന്റെ മകനാണ് അശോക് ചവാൻ. രാഷ്ട്രീയമായി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ 2010 അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ വരുന്നത്. അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടിയുമായി ഇടയുന്ന അശോക് ചവാനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും പാർട്ടിക്കൊപ്പം നിന്ന് അശോക് ചവാൻ ഇപ്പോൾ കൃത്യമായി രാഷ്ട്രീയമായി അനിവാര്യമായ ഒരു കൂടുമാറ്റം എന്ന തരത്തിലാണ് അശോക് ചവാന്റെ കൂടുമാറ്റത്തെ വിശേഷിപ്പിക്കുന്നതെങ്കിലും അദ്ദേഹം അടുത്ത പദവി തേടിയുള്ള ഒരു കൂടുമാറ്റം നടത്തിയിരിക്കുകയാണ്. സർ, അശോക് ചവാനെ കുറിച്ച് അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെ പാർട്ടി വലിയ രീതിയിലൊന്നും തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പാർട്ടി രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് തന്നെ അവസാന ഘട്ടത്തിലാണ്. 2010 രാജി ആവശ്യം വരുന്നത് തന്നെ വളരെ അവസാന ഘട്ടത്തിലാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന്, സംസ്ഥാന ഘടകത്തിൽ നിന്നൊക്കെ അത്രയേറെ സമ്മർദ്ദം വന്നപ്പോൾ മാത്രമാണ്. ഹൈക്കമാൻഡ് വേണ്ട രീതിയിൽ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാതിരുന്നതാണോ? വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട്. എന്താണ് അദ്ദേഹത്തെ ഈ രാജിയിലേക്ക് പ്രേരിപ്പിച്ച ഘടകം? തീർച്ചയായും നോക്കൂ, ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യത്യസ്തമായ, ഇപ്പോൾ മധ്യപ്രദേശിൽ നമ്മൾ കമൽനാഥിനെ കാണുകയാണ് അല്ലേ. കമൽനാഥിനെ കുറിച്ച് എന്താ നമ്മളൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഇന്ദിരാഗാന്ധിയുടെ മൂന്നാമത്തെ മകനെന്നാണ്.
അപ്പോൾ രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധിക്കും ശേഷം കമൽനാഥിനെയായിരുന്നു ഇന്ദിരാഗാന്ധി പരിഗണിച്ചു പോന്നിരുന്നത്. രാഷ്ട്രീയത്തിൽ അത്രയധികം നോക്കൂ, എനിക്ക് തോന്നുന്നു 9 10 തവണ ലോക്സഭയിൽ എത്തിയ ആളാണ് കമൽനാഥ്. കമൽനാഥിനെ കഴിഞ്ഞ് 2 തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചതാണ്. PCC പ്രസിഡന്റ് സ്ഥാനം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അശോക് ചവന്റെ കാര്യത്തിനകത്തും അദ്ദേഹം PCC പ്രസിഡന്റായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയാണ്. മാത്രമല്ല എല്ലാ പദവികളും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിലനിൽക്കാൻ എന്തെങ്കിലും ഇതല്ല മാർഗം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഐഡിയോളജിക്കലായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഇപ്പോൾ ഒരു വിഷയമല്ല എന്നുള്ളതാണ് നമ്മൾ ഈ നേതാക്കളിൽ നിന്നും പഠിക്കേണ്ടത്.